ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്പെഷ്യാലിറ്റീസ്, കാലിക്കറ്റ് സർവകലാശാലയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. NIAC ആണ് ഇത് ഏകോപിപ്പിക്കുന്നത്. NIRF പ്രകാരം 2020 രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാലകളിൽ 76ാം സ്ഥാനം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇതിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1968 ഇത് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ, C അച്യുതമേനോൻ, KP കേശവമേനോൻ എന്നിവരായിരുന്നു ഇതിന് മുൻകൈ എടുത്തത്. CH മുഹമ്മദ് കോയ സാറ് അദ്ദേഹം 22 അംഗ വിദഗ്ധ സമിതിയെ നിയമിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും അങ്ങനെയായിരുന്നു ഇത് സ്ഥാപിതമായത്. കൂടാതെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഇതിന് പിറകിലുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്നാണ് ഇത് നിയമിച്ചത്. ഇത് കേരള സർവകലാശാലയെ വിഭജിച്ചുകൊണ്ടാണ് ഈ സർവകലാശാല നിയമിക്കുന്നത്. കേരളത്തിൽ സ്ഥാപിതമായ രണ്ടാമത്തെ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല എന്നത്. 1968 ഓഗസ്റ്റ് 12 ഇത് ഉദ്ഘാടനം ചെയ്തു. 1968 ഓഗസ്റ്റ് 29 നിയമസഭയിൽ കാലിക്കറ്റ് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സാക്കി. അങ്ങനെ ഇത് നിലവിൽ വരികയായിരുന്നു. 1968 ഇത് സ്ഥാപിച്ചത്. 400ഓളം വടക്കൻ കേരളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന 400ഓളം സ്വതന്ത്ര അഫിലിയേറ്റഡ് കോളേജുകൾ ഈ സർവകലാശാലയ്ക്ക് കീഴിലാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.